നമസ്കാരം സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ശാന്തിനികേതൻ ഫാമിൽ നിന്ന് രാമേന്ദ്രനാണ് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ ദേശീയ പുരസ്കാര ജേതാവും ഇന്ത്യയിൽ അറിയപ്പെടുന്ന അതിപ്രശസ്തനായ സിനിമാ താരവുമായ ശ്രീ സലീം കുമാർ സാറിൻ്റെ കൂൺ കൃഷി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് കൂൺ കൃഷി മാത്രമല്ല കേട്ടോ, ഇപ്പം കൂൺ കൃഷി അദ്ദേഹം ആ ഒരു ഇതിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, കൂൺ കൃഷിയായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ കാർഷിക താല്പര്യങ്ങൾ, കൃഷിയുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തി അഭിനയ ജീവിതത്തിൽ തിരക്കിനിടയിൽ കൃഷിയും ഒന്നിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മളെപ്പോലെയുള്ള കൂൺ കൃഷിക്കാർക്ക് വളരെ അഭിമാനാർഹമായ ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ അവിടെ പോയി കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സുനിത ചേച്ചിക്ക് ഒരു കാർഷിക അവാർഡെങ്കിലും കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരെന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് 5-6 പശുക്കളുണ്ടായിരുന്നു, അവിടെ വലിയൊരു മീൻ വളർത്തൽ കേന്ദ്രമുണ്ട്, വലിയ അടുക്കളത്തോട്ടമുണ്ട്, വീട്ടാവശ്യത്തിനും അതിനപ്പുറത്തേക്കും അവർക്ക് പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കാനാവുന്നു. അപ്പോൾ ഇത്രയും വലിയ വീട് സംരക്ഷിക്കുകയും അതുപോലെ സലീം കുമാറിൻ്റെ കുടുംബം അവരുടെ വീട്ടുകാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ കൃഷിക്ക് അവർക്ക് എങ്ങനെ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. കാരണം വലിയൊരു വീടാണത്. അവിടെയാണെങ്കിൽ ഒരുപാട് സംവിധാനങ്ങൾ, അക്വപോണിക് സിസ്റ്റം, കൃഷിയിലെ ആധുനിക സംവിധാനങ്ങളൊക്കെ അവർക്കുണ്ട്. അതുപോലെ ആധുനിക രീതിയിൽ മീൻ വളർത്തുന്നു, പശുക്കളെ വളർത്തുന്നു, അതോടൊപ്പം വീട് സംരക്ഷിക്കുന്നു. സലീം കുമാർ സാറ് തന്നെ പറഞ്ഞത്, എൻ്റെ ഭാര്യ ഇല്ലെങ്കിൽ ഞാനില്ല എന്നാണ്. കാരണം അദ്ദേഹം ഒരു രോഗാവസ്ഥയിലൊക്കെ പോയപ്പോൾ അതിന്നൊക്കെ ഭേദമായി. അന്നേരമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്നേഹവും അതുപോലെ പരിചരണമൊക്കെ അദ്ദേഹം പല വേദികളിലും എടുത്തു പറയുന്നുണ്ട്. അത് ശരിയാണ്. കാരണം ഈ കൃഷി, ഇത്രയും വലിയ ഒരു കൃഷിത്തോട്ടമൊക്കെ അവർക്ക് സംരക്ഷിക്കാനാവുമെങ്കിൽ, ഒറ്റയ്ക്ക് അതെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യാനാവുമെങ്കിൽ, അത് ആ ഒരു സ്നേഹബന്ധം, സലീം കുമാറിനും ഒക്കെ ആയിട്ടുള്ളൊരു സ്നേഹബന്ധം നമുക്കത് ആ വീട്ടിൽ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ എൻ്റെ മൊബൈലിൽ എടുത്തതാണ്. എന്തായാലും ഇത്രയും പ്രശസ്തനായ ഒരു ആളിൻ്റെ ഈ കൃഷിയോടുള്ള താല്പര്യങ്ങൾ സാധാരണക്കാരായ കൃഷിക്കാർ, ഇപ്പം ഞാനൊക്കെ താമസിക്കുന്നത് ഒരു മലയോരത്താണ്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, എല്ലാ ആളുകൾക്കും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷേ അവിടെയുള്ള വീട്ടമ്മമാരൊക്കെ വെറുതെ ഇരുന്നാലും ഒരു മുളക് തൈ പോലും ആരും നടാൻ അങ്ങനെ താല്പര്യമൊന്നും കാണിക്കാറില്ല. അതിനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട് അവർക്ക്. കാരണം അധികം ആളുകൾക്കും കൂലിവേലയൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. ആ ഒരു സമയത്ത് പോലും ഒന്നിനും സമയം കണ്ടെത്താതെ ഇങ്ങനെയാണ് അവരുടെ സമയം പോകുന്നത്. പക്ഷേ ഇവർക്ക് ഉള്ള സമയം ആ വീട്ടിൽ പച്ചക്കറികൾ, കൃഷികൾ, പശുപരിപാലനം, അത് ഇങ്ങനെയുള്ള, കാരണം കൂൺ കൃഷിയാണ് ഏറ്റവും പ്രയാസം എന്ന് എനിക്ക് തോന്നുന്നത്. നല്ല അവിടെയാണെങ്കിൽ ലാബ് സെറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ കൂൺ ഫാമുകൾ, കൂൺ മീൻ വളർത്തൽ കേന്ദ്രം, അടുക്കളത്തോട്ടം, പച്ചക്കറി, ആവശ്യത്തിനുള്ള പച്ചക്കറികൾ, ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നല്ല ഒരു ഒരു എന്താ പറയുക, ഒരു മാതൃകാ കൃഷിത്തോട്ടം. അത് വളരെ അവർക്കതിൽ നല്ല ഒരു പരിജ്ഞാനമുണ്ട് കേട്ടോ. അത് നിരന്തരം കൃഷിയായിട്ട് നിന്നിട്ടുള്ള ഒരു പരിചയമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഇവിടെ അവർ ചിപ്പിക്കൂണുകൾ വളർത്തുന്നുണ്ട്, പാൽക്കൂണുകൾ വളർത്തുന്നുണ്ട്, അതുപോലെ മീൻ വളർത്തുന്നുണ്ട്. അതുപോലെ കൂൺ വിത്ത് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നല്ലൊരു ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ലാമിനാർ എയർ ഫ്ലോ ഉണ്ട്, AC വെച്ചിരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ. നല്ല അതുപോലെ തന്നെ ഓട്ടോക്ലേവ് എന്ന് പറയുന്ന കൂൺ വിത്ത് ഉൽപ്പാദനത്തിന് വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഭാവിയിൽ ഇപ്പം ഇത് ലാബിൻ്റെ ചിത്രമാണ്, ലാമിനാർ എയർ ഫ്ലോ ആണ്. അത് നല്ലൊരു ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് തന്നെ ഒരു 1.5 ലക്ഷം രൂപയോളം വരുന്നതാണ് ഈ ലാമിനാർ എയർ ഫ്ലോ എന്ന് പറയുന്നത്. ഇത് ഓട്ടോക്ലേവാണ്. അതും നല്ലൊരു മുതൽ മുടക്കുള്ളതാണ്. ഏകദേശം 1 ലക്ഷത്തോളം രൂപ വിലയടുത്ത് വരും ഇങ്ങനെ ഒരു ഓട്ടോക്ലേവ് സെറ്റ് ചെയ്ത്. ഓട്ടോമാറ്റിക് 1 ലക്ഷം രൂപയോളം വില വരും.
ഭാവിയിൽ നമുക്ക് എറണാകുളത്ത് നിന്ന് പരവൂർ ഭാഗത്ത് നിന്ന് നല്ല വിത്തുകൾ കൂൺ വിത്തുകൾ കിട്ടും. കാരണം ഇന്ന് കൂൺ കൃഷിക്കാരെ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം നല്ല വിത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോൾ അവരവിടെ സ്വയം ഉണ്ടാക്കിയെടുത്ത വിത്തുകൾ കാണിച്ചു തന്നു. നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളാണ്. അത് എനിക്ക് തോന്നുന്നു അവർ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. പക്ഷേ അപ്പോഴേക്കും എങ്ങനെ ഇത്രയും വേഗത്തിൽ ഈ കൂൺ വിത്തൊക്കെ ചെയ്യാനായി? അവരുടെ ആത്മാർപ്പണം തന്നെയാണ് അതിൻ്റെ വിജയം എന്ന് എനിക്ക് മനസ്സിലായി. ഇത് അവർ ചെയ്യുന്ന മത്സ്യങ്ങളെ വളർത്തുന്ന ടാങ്കുകളും ഒക്കെയാണ്. എന്തുമാത്രം പൈസയാണ് ഇതിനൊക്കെ വേണ്ടി അവർ മുടക്കിയിരിക്കുന്നത്. ഇതൊന്നും അവരുടെ ഒരു വരുമാന സ്രോതസ്സല്ല കേട്ടോ. ഇത് അവർക്ക് അതിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ആരും കണ്ടാൽ ഒന്ന് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊതിച്ചു പോകും. ഇപ്പം ഇതിനോടൊക്കെ ഒരു നല്ല താല്പര്യം, നല്ലൊരു ആത്മബന്ധം, ആ താല്പര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു മത്സ്യം വളർത്തുന്ന അതിലേക്കൊക്കെ അവർ വരുന്നത്. അവർക്കിതിൻ്റെ ഓരോ കുഞ്ഞിൻ്റെയും മത്സ്യത്തിൻ്റെയും ഒക്കെ ഇനങ്ങളെക്കുറിച്ചും അതുപോലെ അതിൻ്റെ പ്രജനന കാലത്തെക്കുറിച്ചും അതിൻ്റെ സ്വഭാവ രീതികളെക്കുറിച്ചും ഒക്കെ നല്ല ഗ്രാഹ്യമുണ്ട്, നല്ല അറിവുണ്ട്. അവരതൊക്കെ ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ അത്രയും കാലം അതിനെ പരിപാലിച്ച് വന്ന ഒരു പരിചയത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ, കൃഷിരീതികൾ, അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു പിന്നെ ശുദ്ധീകരണ പ്രക്രിയ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പിന്നെ അതിന് ഏതെല്ലാം തീറ്റകൾ കൊടുക്കണം, ഇതെല്ലാം അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് ഇതിൽ ഇപ്പോൾ കൂൺ കൃഷിയല്ലാതെ എനിക്ക് മറ്റൊന്നിനെക്കുറിച്ച് അത്ര ഗ്രാഹ്യമൊന്നുമില്ല, അത്ര അറിവൊന്നുമില്ല. പക്ഷെ അവർ പറയുമ്പോൾ അവർക്ക് നല്ല ഒരു അറിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മത്സ്യങ്ങൾ ഇത്രയും നല്ല രീതിയിൽ അവിടെ വളരുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് ഒരു വീട്ടമ്മമാർക്ക് പ്രചോദനമാണ് ഇവരെ പോലെയുള്ള സുനിത ചേച്ചിയെ പോലെയുള്ള ആളുകൾ. കാരണം ഒരു വലിയ വീടിൻ്റെ അറിയാം, ഒരു വലിയ വീട് വേണ്ട വൃത്തിയിലും മെനയിലൊക്കെ അതിനെ പരിപാലിച്ച് കൊണ്ടുപോകാൻ തന്നെ നല്ല പണിയാണ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം ഇത്തരം കൃഷികളും കൂടെ അവർ താല്പര്യം കാണിക്കുന്നു. അത് നല്ല ഭംഗിയായിട്ട് അവരെന്നെ പറയും, പുറത്ത് പോയാലൊക്കെ വേഗം ഇങ്ങോട്ട് എത്താനുള്ളതാണ്, മത്സ്യങ്ങളെ വേഗം വന്ന് നോക്കും. ഇതവരുടെ അടുക്കളത്തോട്ടങ്ങളൊക്കെയാണ്. അപ്പം ഇങ്ങനെ ഇനി അവരുടെ ഇത് നമുക്ക് കേൾക്കാം. ഇതിൽ നിറച്ചിട്ട് അതാ വെള്ളം ഇത് പൊതിന നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ തന്നെ ചെയ്യുന്നത്? ഇതിന്റെ ഒപ്പം തന്നെ ഇത് മിറ്റലിലാണ്. ഇതിലെ വെള്ളം ഇതിലേക്ക് പോയിട്ട് ഈ അമോണിയ, ഇതിന്റെ ഉള്ളിൽ അമോണിയ മാറിയിട്ട് വെള്ളം ഇതിലേക്ക് വരും. ഇത് എങ്ങനെ ഇതൊക്കെ പഠിച്ച്? അല്ല ആരെങ്കിലും ട്രെയിനിങ് അങ്ങനെ സ്വയം പഠിച്ചു? നമ്മൾ ചെയ്ത് നോക്കുമല്ലോ എല്ലാവരും, പരീക്ഷണങ്ങളല്ലേ. അതെ അതെ അതെ, എല്ലാ സാധനവും പരീക്ഷണങ്ങളാണ്. എന്തായാലും നന്നായിട്ടുണ്ട്. പുതിനാകുമ്പോ ഇത്തിരി എളുപ്പമുണ്ട്, വേര് അങ്ങനെ അധികം അടിയിലേക്ക് പോവില്ല. പിന്നെ ഇതിലേക്ക് ഇതൊക്കെയാണ് ഞാൻ മത്ത, കുമ്പളം. ഈ പിന്നെ പുതിന എങ്ങനെ കൃഷി ചെയ്യുന്ന ഇതില്? ഇത് മെറ്റലാണ്. ഇതിലേക്ക് നമ്മൾ ഈ പുതിന വെറുതെ നട്ടു കൊടുത്താൽ മതി. മെറ്റലിൽ നട്ടു കൊടുക്കുമ്പോ ഇതിന് വെള്ളം വന്ന് വീഴും. വെള്ളം വന്ന് വീഴുന്നുണ്ട് കണ്ടോ? വെള്ളം അതിന്റെ ഒരു സൈഡിൽ കൂടി വന്ന് വീഴും. അപ്പൊ ഇത് നിറയുമല്ലോ. അപ്പൊ ഇതിലേക്ക് ഇത് നിറച്ചായിക്കോളും. ഇതിന് നട്ട് കഴിഞ്ഞിട്ട് ഇതിലെന്ത് പച്ചക്കറി ഇട്ടാലും അങ്ങനെ തക്കാളിയൊക്കെ ഇടാറുണ്ട് നമ്മള്. വെറും മെറ്റൽ. അപ്പൊ വളമൊന്നും വേണ്ട. വളം വേണ്ടാതിരിക്കാനാണ് അക്വപോണിക്. ഈ RIS ആണ്, റീസൈക്ലേഷൻ ആണ്. അതായത് ഈ വെള്ളം ഇതിൽ കയറിയിട്ട് ഇറങ്ങി താഴെ വന്ന് ആ വെള്ളം ഇതിൽ കൂടി വന്ന് ഇതിൽ വരും. അപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതില്? അതില് നമ്മൾ മെറ്റലും ഇതും എല്ലാം കൂടി നിറച്ചിട്ട് മറ്റേ പിന്നെ അപ്പുറത്തേക്ക് സ്പോഞ്ച് നിറച്ചിട്ടുണ്ട്, അപ്പുറത്തേക്ക് വേറൊരു ബോൾ നിറച്ചിട്ടുണ്ട്. അങ്ങനെ 3 ഫിൽറ്ററിംഗ് സിസ്റ്റമാണ്. ആ ഫിൽറ്ററിങ്ങിൽ അവിടെ നിന്ന് വെള്ളം നേരെ അതിൽ കയറി ഫിൽറ്റർ ചെയ്ത് വന്ന് ഇതിൽ കൂടി വന്ന് ഇതിലല്ല താഴെ വന്ന് ആ വെള്ളം ഇതിലേക്ക് കൂടി കയറി ഇതിൽ വരും ഈ മെറ്റലില്. അപ്പൊ മെറ്റലിൽ വരുമ്പോ അഴുക്കൊക്കെ ഇതിലേക്ക് വരും, മെറ്റലിലോട്ട് വരും. അപ്പൊ ഇതിന് വളമാവും. അത് മാത്രമാണ് അതിന്റെ വളം മാത്രം ചെയ്യണ്ട, ഒന്നും വളമൊന്നും ഇടണ്ട നമ്മള്. അതുപോലെ കുമ്പളമൊക്കെ അതിൽ പടർന്നാ കുമ്പളം. പിന്നെ ഈ ഇത് കൊടുത്താൽ മതി, ചൊര, കോവല്, പിന്നെ മത്തനുണ്ടായി തുടങ്ങിയിട്ട് അതൊക്കെ എല്ലാരും ഒക്കെ തിരിച്ചൊക്കെ ഇടും ഓരോന്നിലും പിടിക്കുന്നത് പോട്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഇതിനകത്ത് ടാങ്കിനകത്ത് എന്തുള്ള പിന്നെ ടാങ്കിൽ നമ്മൾ ഫിൽറ്റർ ചെയ്യാനുള്ളത് മാത്രം. അല്ല അതില് വേറെ
അഴുക്ക് ഫിൽറ്റർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അഴുക്കുള്ളത് ഇതിൽ തന്നെ അമോണിയാണ്. മീനിന് അമോണിയ കൂടാൻ പാടില്ല. ഇവർക്ക് അമോണിയ വേണമല്ലോ, ഇവർക്ക് പച്ചക്കറികൾക്ക് അത് വേണമല്ലോ. ഈ മീനുകൾക്ക് അമോണിയ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചക്കറിയിലോട്ട് വന്നിട്ട് താഴേക്ക് വീഴുന്നത് വെള്ളം. അപ്പൊ അതിലേക്ക് താഴെ വീഴുമ്പോ നല്ല വെള്ളമാവും. അതുപോലെ ഇതും അതെ, ഇതിൽ നടന്നോളൂല്ലോ. ഞാൻ സലീം കുമാർ സാറിൻ്റെ വീട്ടിൽ ചെന്ന ദിവസം സാറിന് കാലിന് എന്തോ ഒരു വേദനയായിട്ട് എൻ്റെ കൂടെ വരാൻ അങ്ങനെ പറ്റിയില്ല, ഫാമൊക്കെ കാണിച്ചു തരാൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനിത ചേച്ചിയാണ് എനിക്ക് മീൻ വളർത്തൽ കേന്ദ്രവും അതുപോലെ തന്നെ പച്ചക്കറി തോട്ടമൊക്കെ കാണിച്ചു തന്നത്. അവിടെ എല്ലാതരം പച്ചക്കറികളുമുണ്ട്. മത്തങ്ങ വളർത്തുന്നുണ്ട്, കുമ്പളങ്ങയുണ്ട്, ചുരക്കയുണ്ട്, പാവയ്ക്കയുണ്ട്, കോവയ്ക്കയുണ്ട്. ഇതെല്ലാം പന്തൽ കെട്ടി നല്ല കമ്പികൾ കൊണ്ട് പന്തലൊരുക്കിയിട്ടുണ്ട്. എനിക്കും വരാൻ നേരത്ത് അവർ സ്നേഹത്തോടു കൂടി തന്നെ നാരങ്ങ, അച്ചാറിടാനുള്ള നാരങ്ങ തന്നു. അടതാവ് എന്ന് പറയുന്ന ഒരു കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട, ഞാൻ ആദ്യമായിട്ടാണ് അത് പരിചയപ്പെടുന്നത്. അതിൻ്റെ കിഴങ്ങുകൾ, ഉരുളക്കിഴങ്ങ് പോലെയുള്ള കിഴങ്ങുകളൊക്കെ എനിക്ക് തന്നു വിട്ടു. എന്തായാലും എനിക്ക് ഇവരെക്കുറിച്ച്, സുനിത ചേച്ചിയാണ് ഇതിലേറ്റവും കൃഷിയിൽ അവർക്ക് ഒരുപാട് അറിവുകളുണ്ട്, കൃഷി അറിവുകളുണ്ട്. നല്ല അത് ഒരുപാട് കാലം അതിനെ പരിപാലിച്ച് ഉള്ള ഒരു അറിവ് തന്നെയാണ്. പച്ചക്കറികളായാലും മീൻ വളർത്തലായാലും ഇപ്പോൾ അവർ കൂൺ കൃഷിയിലേക്ക് വന്നു. നല്ല വിത്തുകളൊക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള വലിയൊരു ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ അതിൽ വിജയിക്കും. കാരണം അവർക്ക് എല്ലാം അതിനോടുള്ള താല്പര്യം തന്നെയാണല്ലോ ഏത് കൃഷിയും വിജയിക്കുന്നത്. അവർക്ക് നല്ല വിജയം. ഏതൊരു കൃഷിയും അതൊരു മെഡിറ്റേഷനാണ്, അതൊരു സ്വയം സമർപ്പണമാണ്. അത് ലാഭേച്ഛ ഒന്നും നോക്കിയിട്ടല്ല, അത് വലിയൊരു ആത്മീയ ആനന്ദം നൽകുന്നുണ്ട്. അതുതന്നെയാണ് ഒരു കൃഷിക്കാരൻ്റെ ആത്മസംതൃപ്തിയും. കൂൺ കൃഷിയെക്കുറിച്ച് അറിയാനും നല്ല വിത്ത് കിട്ടാനും നിങ്ങൾക്ക് എന്നെ എപ്പോഴും എൻ്റെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. എൻ്റെ നമ്പർ 90 48 65 99 11 എന്നാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും വിത്ത് അയച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂൺ വിത്ത് ഉൽപ്പാദന കേന്ദ്രം നടത്തുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഞങ്ങളുടെ ശാന്തിനികേതൻ കൂൺ ഫാം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വിത്ത് വേണ്ടവർ വിളിക്കുക 90 48 65 99 11. കൂൺ കൃഷിയിലെ സംശയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൂൺ കൃഷിയിലേക്ക് വരുന്നവർക്കെല്ലാം വിജയിക്കാനാവട്ടെ എന്നാശംസിച്ച് ഞാൻ നിർത്തുന്നു. ശാന്തിനികേതൻ്റെ മറ്റൊരു ഫോൺ നമ്പർ 98 46 30 72 22. ഈ 2 നമ്പറിലും നിങ്ങൾക്ക് ഞങ്ങളെ കൂൺ കൃഷിയായിട്ട് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും വിളിക്കാവുന്നതാണ്. കൂൺ വിത്ത് പോലെ തന്നെ ഞങ്ങൾ വലിയ രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കൂൺ കൃഷിക്ക് ആവശ്യമായ പെല്ലറ്റാണല്ലോ ഇപ്പോൾ എല്ലാ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെല്ലറ്റിലാവുമ്പോൾ വലിയ കേടുപാടുകളില്ല. അപ്പോൾ എല്ലാവർക്കും പെല്ലറ്റും കൂൺ വിത്തും ഇന്ത്യയിൽ എല്ലായിടത്തും ഞങ്ങൾ അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പെല്ലറ്റിനും നിങ്ങൾക്ക് എന്നെ ഈ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്.